ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലബനോനിൽ വെച്ച് ബാബാതിരുമേനിയെ ശ്രേഷ്ഠ ബാബയായി അവരോധിച്ച ആ സമയത്ത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ക്രിസ്തീയ സഭയുടെ തലവന്മാർ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കൽ അവിടെ ഉണ്ടായി. ഈ ജനക്കൂട്ടത്തിന്റെ മുഴുവനും മധ്യത്തിൽ എപ്പോൾ ബാബയെ നോക്കിയാലും വിടരുന്ന ഒരു പുഷ്പം പോലെ പുഞ്ചരിക്കുന്ന മുഖമല്ലാതെ മറ്റൊന്ന് കാണണം എന്ന് വരെ ആർക്കും കഴിഞ്ഞില്ല. അതിപ്പോൾ അങ്ങനെ തന്നെയാണ്. സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഒരു വലിയ ചരിത്രമുഹൂർത്തം കൂടെയാണ്. കാരണം ഇതിന്റെ ആരംഭം, ശതാബ്ദി ആരംഭം, അതിനുവേണ്ടി എഴുന്നള്ളി വന്നത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ പരിശുദ്ധ പാത്രീസ്വാവ തന്നെയാണ് ഇവിടെ എഴുന്നള്ളി വന്ന്. അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ദൈവമക്കൾ അതിൽ പങ്കെടുത്ത പ്രൗഢഗംഭീരമായിരുന്ന ഒരു വലിയ ചടങ്ങായിരുന്നു. ഈ അനുഗ്രഹീത പ്രസ്ഥാനം എത്രയോ 100 വർഷക്കാലമായി യേശുക്രിസ്തുവിന്റെ ഭാവമുള്ള ഒരു പ്രസ്ഥാനമായി, മിഷണറീസായി, പ്രവർത്തകരായി ഈ കേരളത്തിൽ മാത്രമല്ല വിവിധ ഇടങ്ങളിൽ, ക്രിസ്തുവിനെ അറിയാത്ത ഇടങ്ങളിൽ, ക്രിസ്തുവിനെ കാണാത്ത ഇടങ്ങളിൽ, ക്രിസ്തു ശബ്ദം കേൾക്കാത്ത ഇടങ്ങളിൽ നിങ്ങൾക്കായിരിക്കാൻ സാധിച്ചു. നിശ്ചയമായിട്ടും അവർക്കെല്ലാം ഭൂമിയുടെ ഉപ്പായും ലോകത്തിന് വെളിച്ചമായി നിങ്ങൾക്കാവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിലെത്ര എന്തെങ്കിലുമൊക്കെ ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അവിടുന്ന് വിഭക്ഷണം ചെയ്യുന്ന ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത്. അതിശകളിലെ പ്രവർത്തനം തുടർന്ന് നിർവഹിക്കുവാൻ നിങ്ങൾക്കാകട്ടെ. സഭയും ഈ അനുഗ്രഹീത പ്രസ്ഥാനം ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. ഈ അനുഗ്രഹീത പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള എല്ലാ നാൾ വഴികളിലും പരിശുദ്ധ സഭയുടെ പൂർണ്ണമായ പിന്തുണ എല്ലാ അർത്ഥത്തിലും ഈ സുശിക്ഷ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. ഈ വന്നിരിക്കുന്ന എല്ലാ ആളുകളുടെയും, ജനങ്ങളുടെയും പേരില് പിതാവിന്റെ പാദങ്ങളില് കൃതജ്ഞത ഞാൻ സമർപ്പിക്കുക.